പെട്രോ ഡോളർ കരാർ ഈ വർഷം അവസാനിക്കുമെന്ന് ഇന്ത്യക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 1-2 വർഷമായി ഇന്ത്യ സൗദി അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യൻ രൂപയിൽ ഇന്ധന വിൽപ്പനയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടത്. യുക്രൈൻ റഷ്യ യുദ്ധ സമയത്ത് റഷ്യയുമായി ഇന്ത്യ ഏർപ്പെട്ട കരാർ കോടികളുടെ ലാഭമാണ് ഇന്ത്യക്കുണ്ടാക്കിയത്. രൂപ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും വിനിമയം ചെയ്യാൻ കഴിയുന്ന ഒരു കറൻസിയായി മാറി. സൗദി അറേബ്യയുമായും അത്തരത്തിലുള്ള കരാർ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്ത്യൻ രൂപയിൽ സൗദി അറേബ്യ എണ്ണ വിൽക്കാൻ തുടങ്ങുന്നതോടെ സൗദിയിലെ പ്രധാനപ്പെട്ട കറൻസിയായി രൂപ മാറും. ഈ കറൻസി മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിനും സൗദി ഉപയോഗിച്ചെന്ന് വരാം. അങ്ങനെ ഡോളറിന് പിന്നാലെ ഇന്ത്യയും ലോക കറൻസിയായി മാറുന്ന സാഹചര്യം രൂപപ്പെടുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. അവരുടെ കറൻസിക്ക് മൂല്യം കുറയുകയും പതിയെ പതിയെ മറ്റു രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. ഇതിനോടകം ബ്രിട്ടൻ ഒഴികെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ നാണയമായി മാറിയിരുന്നു യൂറോ എന്ന പേരിൽ. യൂറോയ്ക്ക് ശക്തി പ്രാപിക്കാനും ഡോളറിനെ മറികടന്ന് വളരാനുമുള്ള മറ്റൊരു സാഹചര്യവും ഇത് രൂപപ്പെടുത്തിയെന്ന് വരാം. ഡോളറിന് പകരം യൂറോയും ഇന്ത്യൻ രൂപയും ഒക്കെ ലോക മാർക്കറ്റിനെ കീഴടക്കുന്ന നാളുകൾ വരാറായി എന്ന് തീർച്ച.